ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അസ്സലാമു അലൈക്കും. ചാറ്റിലൊന്ന് റെസ്പോണ്ട് ചെയ്യോ ഇവിടെ ഉള്ള ആളുകള്? എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഫസ്റ്റ് ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? മെഡിറ്റേഷന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക. അതുപോലെ ബോഡി ഒക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. മെഡിറ്റേഷന് ബിഗിൻ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡി എന്നൊന്ന് പറയണം കേട്ടോ ചാറ്റ് ബോക്സിൽ. ഓക്കെ, ബാക്കിയുള്ളവരോ റെഡിയാണോ? ഓക്കെ, സോ യെസ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആ ഒരു മൊമെന്റിലേക്ക് വരാം. Bring your presence, mind to this moment. ഈ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. സ്ലോലി ബ്രീത്ത് ഒന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ ശ്വാസത്തിന് ഒന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ ശ്വസിക്കുന്നത്, അതിന്റെ താളം, അതിന്റെ വേഗത ഒന്ന് ഫീൽ ചെയ്യാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. Now focus on your breath. ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Breathe in. Hold on and breathe out. Breathe in. Hold on and breathe out. Once again, ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Breathe in. Hold on and breathe out. ഇപ്പോൾ നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി കാം ആൻഡ് സെറ്റിൽഡ് ആയിട്ടുണ്ട്. യു ഫീൽ ദ കാംനെസ് ഇൻ എവറി പാർട്ട് ഓഫ് യുവർ body, your chest, throat, stomach. ശരീരത്തിന്റെ ഓരോ ഭാഗവും കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുണ്ട്. Now നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡില് തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. എന്തെല്ലാം ചിന്തകളാണ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഫോക്കസ് ഓൺ ദാറ്റ്. ഓരോ ചിന്തയും നിങ്ങൾ അവെയർ ആകുന്ന മൊമെന്റിൽ തന്നെ വാനിഷ് ആകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
your mind to any fear or hesitation. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫിയർ, ഒരു പേടി, അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. Now through this meditation we are going to get rid of that fear. ആ ഒരു ഫിയറിനെ ജസ്റ്റ് അവെയറായി നമ്മളിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. So now be aware of your fear. Maybe you can notice any change in your body. ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് ആ ഫിയർ ഫീൽ ചെയ്യുന്ന മൊമെന്റ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന സെൻസേഷൻ, അതിന് നിങ്ങൾക്ക് സ്ലോലി അവെയർ ആകാം. Now with that feeling, ആ ഒരു ഫിയർ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാം, ശ്വാസം ഫോക്കസ് ചെയ്യാം. You are feeling that fear. Breathe in, breathe out. Breathe in slowly and breathe out. ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാമായി ആ ഫിയറിനെ, ആ പേടിയെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു കറുത്ത പുക പോലെ ആ ഒരു ഫിയർ നിങ്ങളിൽ നിന്നും അകലേക്ക് മാറിപ്പോകുന്നതായി നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. വിത്ത് എവറി ബ്രെത്ത്, ഓരോ ശ്വാസത്തിലും ആ ഫിയർ എന്ന് പറയുന്ന സെൻസേഷൻ ഒരു കറുത്ത പുക പോലെ നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാഞ്ഞു പോകുന്നതായി വിഷ്വലൈസ് ചെയ്യാം. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് പറയാം, I release fear, I release doubt. I am safe, I am ready. ഞാൻ എന്നിലുള്ള ഭയത്തിനെ റിലീസ് ചെയ്യുന്നു. എന്നിലുള്ള സംശയത്തിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഞാൻ വളരെയധികം സേഫാണ്. ഞാൻ റെഡിയാണ്. റിപ്പീറ്റ്. I release fear, I release doubt. I am safe and I am ready.
നിങ്ങളിലുള്ള പേടിയും സംശയങ്ങളും നീങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്പേസിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വെളിച്ചത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലൂടെ ശരീരം മുഴുവനായി വെളിച്ചം, ലൈറ്റ് എൻ്റർ ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിലും കാലുകളിലും കൈകളിലുമെല്ലാം വെളിച്ചം സ്പ്രെഡ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യാം. ഒരു വാം ഗോൾഡൻ ലൈറ്റ്. അത് കറേജാണ്, ക്ലാരിറ്റിയാണ്, സെൽഫ് ബിലീഫാണ്, കോൺഫിഡൻസ് ആണ്. നിങ്ങളിൽ നിറയേണ്ട ആത്മവിശ്വാസം, തിരിച്ചറിവ്, എന്തും ചെയ്തെടുക്കാനുള്ള ധൈര്യം, ഇതെല്ലാം തരുന്ന ആ ഒരു വെളിച്ചത്തിനെ പൂർണ്ണമായി നിങ്ങൾക്ക് സ്വീകരിക്കാം. Feel that light. And now നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയാം, I am learning, I am improving, and every word I speak brings me growth. I am confident. Repeat after me. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആദ്യത്തേതിനേക്കാൾ മികച്ച രീതിയിൽ അറിവ് നേടുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കുകളും എനിക്ക് വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ആത്മവിശ്വാസം ഉള്ള ആളാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ധൈര്യത്തോടെ, കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നതും ആളുകളുമായി ഇടപഴകുന്നതും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. കുറച്ചു സമയത്തേക്ക് നിങ്ങളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ, ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടോ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഫ്രം ദി ഹാർട്ട്, ഹൃദയത്തിൽ നിന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. Take some moment to visualize. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് കാണാം
നിങ്ങളെ കേൾക്കുന്ന ആളുകൾ വളരെ കൈൻഡായി നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ട്, കൈയടിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതുണ്ട്. യു വിഷ്വലൈസ് ദാറ്റ്. Take some moment, കുറച്ചു സമയം ഇതിനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Place your hand on your heart. നിങ്ങളുടെ കൈ പത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കാം. Place your hand on your heart. Feel the gratitude. ഈ ഒരു മൊമെന്റില്, ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചതിന്, വെളിച്ചത്തിനെ സ്വീകരിക്കാൻ അവസരം കിട്ടിയതിന്, വളരെ കോൺഫിഡൻ്റ് ആയി സന്തോഷത്തോടു കൂടി ഹൃദയത്തിൽ നിന്നും സംസാരിക്കാൻ അത് മൈൻഡിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചതിന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. Slowly you can repeat after me. I am grateful for my learning. I am grateful for my learning. I trust my journey. I shine with every word I speak. ഈ ഒരു ലേണിങ്ങിന് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ എൻ്റെ ഈ ഒരു യാത്രയെ വിശ്വസിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ഓരോ വേർഡിലും ഞാൻ വെളിച്ചത്തിനെ സ്വീകരിക്കുന്നുണ്ട്. Feel these words. ഈ ഒരു വാക്കുകളെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കുറച്ചു സമയം റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. Now focus on your breath. ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Breathe in, breathe out, breathe in, hold on and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് കൂടുതൽ ഉന്മേഷത്തോടെ
ലൈറ്റ് ഫീൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. സോ നിങ്ങൾ നിങ്ങളുടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓൾസോ നിങ്ങളുടെ കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ഫേസിലൊക്കെ നന്നായിട്ട് ടാപ്പ് ചെയ്യാം കേട്ടോ. സോ അതിനുശേഷം നിങ്ങളൊന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യണേ. വീഡിയോയിൽ വരാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഹലോ. യെസ് സുനൈന മാം. സംസാരിക്കാനാണോ? വീഡിയോയിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണം കേട്ടോ. വാട്ട് അബൌട്ട് ഹസീന മാം? തിരിച്ചെത്തിയിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഹലോ ഗൈസ്. യെസ്, ഞങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഹലോ, ഹായ്. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. ഹസീന മാം എവിടെ പോയി? ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഓക്കെ. സോ യെസ്, നിങ്ങൾ വീഡിയോയിൽ വരാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ആരെയും കാണാതെ സംസാരിക്കുമ്പോൾ എനിക്ക് ലൈക്ക് ഐ കാൺ സീ യു. അപ്പൊ ഞാൻ ആരോടെ സംസാരിക്കുന്നത് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ? സുനൈന മാം സംസാരിക്കാൻ ഓക്കെ ആണോ? ഇപ്പൊ വരാട്ടോ. ആ, ഓക്കെ. ഹലോ. യെസ്. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു ഇന്നത്തേത്. താങ്ക് യു. നമ്മൾ അതിനെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു പബ്ലിക്കിൽ ചെന്ന് സംസാരിക്കുന്ന പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്ത് മെഡിറ്റേറ്റ് വോയിസ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ഒന്ന് ക്ലിയർ ആവാനുണ്ട് കേട്ടോ. നമുക്കിപ്പോ പബ്ലിക്കിൽ ചെന്ന് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ ഫീൽ ചെയ്ത് ചെയ്യാൻ പറഞ്ഞ മെഡിറ്റേഷൻ നന്നായിരുന്നു. ഗ്രേറ്റ്. ഓക്കെ. സോ യെസ്, നമുക്ക് എന്തെങ്കിലും സെഷൻ ബിഗിൻ ചെയ്യാം. പിന്നെ അഫർമേഷൻ, അതായത് നമ്മൾ മെഡിറ്റേഷനിൽ കുറച്ച് അഫർമേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ജസ്റ്റ് ലൈറ്റ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അഫർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വിഷ്വലൈസേഷൻ അതുപോലെ നിങ്ങൾ ആ ഒരു അഫർമേഷൻ ഈ ടൂൾസ് ഒക്കെ ഒന്ന് അലൈൻ ചെയ്ത് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. സോ യെസ്, നമുക്ക് സെഷൻ ബിഗിൻ ചെയ്താലോ? ഹലോ. യെസ്. ഹലോ. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത്.
അപ്പൊ അത്രക്കും ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു, ഓരോ തവണത്തെ മെഡിറ്റേഷനും ഒന്നിനൊന്ന് മെച്ചാണ്. അത്രക്കും സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു. ഇത് ശരിക്കും ഒരു എല്ലാ ദിവസവും ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ശരിക്കും ബെറ്റർ ആവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒട്ടും ഒന്നുമില്ലാത്ത ഒരാളുണ്ടല്ലോ, ആ അവസ്ഥയിലിരിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാല് എനിക്ക് ഇംഗ്ലീഷിനെ നമ്മളെ ഫസ്റ്റ് മാമിനെ അറിയാം, ഞാൻ ഒട്ടും ഇംഗ്ലീഷിനെ ഭയങ്കര പേടിയാണ്. ഒരു സംഭവമാക്കി വെച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും ആള് പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഭാഷാമ്മ പറയാറുണ്ട്, അത്രയും എനിക്ക് പേടിയാണ്. ആ പേടിയൊക്കെ മാറി ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് കഥകൾ കേൾക്കാൻ തുടങ്ങി. അതേപോലെ സ്ഥിരമായിട്ട് ഞാനിപ്പോ ഇംഗ്ലീഷിന്റെ തന്നെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് മുഴുവനും. പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റണില്ല. എന്നാലും ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ. സ്ഥിരമായിട്ട് മലയാളം ഇംഗ്ലീഷിനെ കേൾക്കലുണ്ടായിരുന്നില്ല, ഒട്ടും കേൾക്കൂലായിരുന്നു, അത്രക്ക് പേടിയായിരുന്നു. ആ പേടി മാറി ഞാൻ കേൾക്കാൻ തുടങ്ങി കഥ. ഞാൻ ഓരോ ദിവസവും കഥയുടെ പകുതി പകുതി വെച്ചിട്ട് കഥ കേൾക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും ഇംഗ്ലീഷിൽ പറയണതുണ്ടല്ലോ, അതും മലയാളം കൂടിയിട്ട്, അത് അറബിയിൽ അറബി പെണ്ണുങ്ങൾ ഇംഗ്ലീഷ് പറയണത്, അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കും, ഇതൊന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് തരാൻ പറയും എനിക്ക് എഴുതിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഹവാറിയോന്ന് തന്നെ പറയുമ്പോ എനിക്കൊരു പേടി തോന്നുന്നു. അത് ഇന്നത്തോടെ പോയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിചാരം. ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മെഡിറ്റേഷനിൽ. അത് അത് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു 2-3 പ്രാവശ്യം കൂടി കേൾക്കേണ്ടി വരും തോന്നുന്നില്ലേ മെഡിറ്റേഷൻ തന്നെ. ആ, ഓക്കെ, യെസ്. എന്തായാലും നിങ്ങൾ എഫേർട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അതിനെ ആദ്യത്തേതിനേക്കാളും കുറച്ചുകൂടെ സ്നേഹിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതെ. ബെറ്റർ, ഡേ ബൈ ഡേ ബെറ്റർ ആയി വരും എന്നുള്ളതാണ്. സോ നിങ്ങൾ പറഞ്ഞ പോലെ ഇതുപോലെ മെഡിറ്റേഷന് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അലൈൻഡ് ആയിട്ട് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യാം. എന്തായാലും വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എന്തായാലും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതെ, ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിട്ടാ. ഞാൻ വായിക്കുമ്പോ തെറ്റി പോകുന്നു വിചാരിച്ചിട്ട് വായിക്കുക പോലും ചെയ്യൂല, എഴുതയില്ല വായിക്കയില്ല, അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് എന്റെ കൂട്ടുകാരിക്ക് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ ഓരോന്നോരോന്ന് എന്നെ കൊണ്ട് അവള് എന്തോ ഒരു കാര്യം പഠിപ്പിച്ചെന്നെ. ഉം. എന്താണ് ഞാൻ ഗൂഗിൾ മീറ്റില് എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷക്ക് വേണ്ടിയിട്ട് ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത്, എനിക്ക് ഗൂഗിൾ മീറ്റിൽ പരീക്ഷ എഴുതുന്നത് നീ പറഞ്ഞുതരാൻ. അപ്പൊ അതിൽ വരുന്ന ഓരോ ഇംഗ്ലീഷ് മാസത്തെ വായിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് മുഴുവനും ഈസി ആയിട്ട് വായിച്ചു കൊടുത്തത്. എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏഹ് ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വായിക്കണത്. കാരണം എനിക്ക് ഒട്ടും ഞാൻ വായിക്കൂല ഇംഗ്ലീഷ്, എനിക്ക് പേടിയാണ് ഇംഗ്ലീഷ് വായിക്കാൻ. പക്ഷെ പറയാ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് വായിക്കാൻ പേടിയാണ്. എഴുതണത് പോലും എഴുതുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആവുന്നത്ര എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഥ കേൾക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ പറ്റി. ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഗ്രേറ്റ്, ഗ്രേറ്റ്. കഴിയും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇതെന്തായാലും ഇനി ഇതിനെക്കാളും കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റട്ടെ. ആൻഡ് യാ, നിങ്ങൾ ഈ ഒരു ലിങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് റീജോയിൻ ചെയ്യും. അതായത് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് സെയിം ലിങ്കിൽ തന്നെ ഒന്നും കൂടെ റീജോയിൻ ചെയ്യാം കേട്ടോ.